അസ്സലാമു അലൈക്കും. അപ്പം ഇന്നെന്താ വന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പെരേക്ക് നിൽക്കുക കേട്ടോ. ഇപ്പം ഒറ്റക്കുള്ളൂ. ഇന്നലെ രാവിലെ ഉമ്മ ഹോസ്പിറ്റലിൽ പോയി വല്യമ്മാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റക്കുള്ളൂ. ഇമ്മ ഉച്ചക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത്. അമ്മായിക്ക് പെരേക്കും വേണ്ടേ. അപ്പോൾ അങ്ങനെ ഉച്ചക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നേരം വയ്ക്കിയതാണ്. അതിൽ പിന്നെ ഉമ്മ പറഞ്ഞു എത്താൻ കഴിയൂല, അപ്പം ചെന്ന് പോയി കൊടുക്കുക എന്നൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കുള്ള ഇവിടെ അല്ലേപ്പാ. അപ്പോൾ ഒറ്റക്ക് കുഴപ്പമൊന്നുമില്ല, വീണിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നു. അപ്പോൾ രാവിലെ ഉമ്മ ഇളക്കച്ചോറും വെച്ച് പോയതേനി. അതാണ് ഉച്ചക്കും തിന്നാൽ, കൂട്ടാനൊന്നും ഇല്ല. വന്നിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ചെടുത്ത്. ഏതായാലും വല്യമ്മക്ക് ഇന്ന് വിളിച്ച് നോക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. ഇന്നലെ സോഡിയം മരുന്ന് കയറ്റിയപ്പോൾ അടങ്ങി നിൽക്കൂലല്ലോ. ഇത് സോഡിയം കുറഞ്ഞാൽ തന്നെ നമ്മൾ ആകെ ആളകിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും നീച്ചയായിരിക്കുക, കിടക്കുക, മൂത്രമൊഴിച്ചാൻ പോവുക, അതിൽ നടക്കുക, അതിൽ നടക്കുക, അങ്ങനെയാണ് സംഭവം. അപ്പോൾ എത്ര ആളുണ്ടെങ്കിലും പിടിച്ചാൽ കിട്ടൂല. കൈയും കാലും എല്ലാം പിടിച്ച് നിൽക്കണം. മരുന്ന് ട്രിപ്പ് കയറണമെങ്കിൽ അത്യാവശ്യം അടങ്ങി നിൽക്കണ്ടേ. അമ്മമ്മക്ക് അതൊന്നും അറിയണില്ല, സംഭവം അറിയണില്ല. അതാണ് നമ്മൾ പോയാൽ നമ്മളീ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അത് കൊല്ലം കൊല്ലം വരുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രശ്നമാണ് മെയിനായിട്ട്, സോഡിയം കുറയുക. അപ്പോൾ ഞാനും ഇപ്പം കുട്ടികൾ തന്നെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുമാനോട് ഇന്നലെ വരാൻ പറഞ്ഞു. കുഞ്ഞുമാനും ഇവിടെ അങ്ങനെ ഇച്ചാണെങ്കിൽ നീച്ചക്കാൻ വയ്ക്കൂല പനിയൊക്കെ ആയിട്ട്. അതിൽ ഷംനക്കും മാപ്പിളക്കും കുട്ടിക്കും അവിടെ പനി, എല്ലാവർക്കും പനി. എൻ്റെ അവിടെ അവിടുത്തെ അമ്മാക്കും ഉപ്പാക്കും വല്യപ്പാക്കും ഒക്കെ പനിയാണ്. ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഇവിടെ ഉപ്പാക്ക് എത്തിയിട്ടില്ല. ഉപ്പാക്കൊക്കെ പനിച്ച ഏറെ ഇക്കാനും ഗതികേട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ പനി എന്നാൽ തന്നെ അത് ശരീരത്തിന് ഓവറായി കാട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ, വെയ്ക്കണ മാതിരി ഉണ്ടാകട്ടെ. അച്ഛൻ തന്നെ പനിയിൽ നിന്ന് നീച്ചിക്കാൻ ജീവല്ലേ. പനവിടെ ഒറ്റക്ക് ഇട്ടിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. പല അവസ്ഥ കുറച്ച് നേരമായപ്പോൾ തന്നെ എന്തേനി എന്നാൽ 100 വിളി വിളിച്ചിരിക്കണം എല്ലാവരും. സീനായാലും തൂമോളായാലും ഞാനായാലും അങ്ങനെ ഒറ്റക്ക് ഇട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പം മിഞ്ഞാന്നൊന്നും വീണില്ലപ്പാ. നല്ലൊരു ബുക്കൽ വീണിട്ട് ബോധം പോയി. റബ്ബേ, കാരണം കൊലയിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞതാണ്. അങ്ങോട്ട് വീണിട്ട് തല അടിച്ചില്ല, അടിച്ച വിഗല് ബോധം പോയിക്കണ്. ഉമ്മ മണ്ടി ഒന്ന് വിളിച്ചപ്പോൾ നീച്ചണില്ല കേട്ടോ. ആള് നീച്ചണില്ല. അമ്മ ആകെ പേടിച്ച് ഷംനനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞുമ്മ അവിടെ അല്ല, കുഞ്ഞുമ്മാന് പണിക്ക് പോയിക്കാണ്. അതിൽ ഷംനനെയും ചെറിയാപ്പം ഉണ്ടേനി. ഷംനക്ക് കോൾ ചെയ്തങ്ങാണ്ട് വിളിച്ച് വെച്ചു. അമ്മക്ക് ഓളോട് പറയാൻ വെച്ച. അമ്മ കടന്ന് ആർക്കാണ്. അപ്പോൾ തന്നെ അയൽവക്കാരൊക്കെ മണ്ടി വന്ന് എല്ലാവരും വന്ന് വെള്ളമൊക്കെ ഇതാക്കി വിളിച്ച് ഏതായാലും കണ്ണൊക്കെ തുറന്ന് നീക്കിച്ച്. അപ്പോൾ ഷംനൊക്കെ എത്തി. ഛർദി ഉണ്ടോ കുറച്ച് നേരം നോക്കി നിന്നു. ഭാഗ്യത്തിന് ഛർദിയും കാര്യമൊന്നുമില്ല. അങ്ങനൊരു മുഗല് വീണം. എത്രട്ടം വീണു പക്ഷെ അങ്ങനെ ബോധം നാളെ അങ്ങനെ വീണിട്ട് പോയതാ ബോധം. പിന്നെ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ മുറിയാവുക അങ്ങനെയൊക്കെ. തല അടിച്ചുമ്പോഴാണ് നമുക്ക് പേടിയേറെ. തലക്ക് വരുമ്പോഴാണ് പേടി. തലവേദന ഉണ്ട് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഒക്കെ അസുഖത്തിൽ നിന്ന് എല്ലാവരെയും പഠിച്ചാൽ കാക്കട്ടെ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വേറെന്ത് തന്നാലും. അപ്പൊ ഇനി നമുക്ക് ചായയും കടി ഉണ്ടാക്കല്ലേ. അപ്പ നിങ്ങൾ എന്താ ഉണ്ടാക്കി തരിക? എന്താ പൊറാട്ട ഒന്നും വേണ്ട. എന്ത് ഒന്നും വേണ്ട. ഇപ്പൊ മുട്ട അടിച്ച് കുത്തിരിക്കാണ്. എന്തിനാ മുട്ട അടിച്ച് നിങ്ങള്? ഡ്രിമ്മർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഡ്രിമ്മർ ഉണ്ടായിട്ട് മുട്ട അടിച്ചിരിക്കുക. ഏതായാലും
ഉമ്മ അല്ലെങ്കിൽ നല്ലൊരു കുറവുണ്ടല്ലേപ്പാ. ഞാൻ ചായയും കടി ഉണ്ടാക്കട്ടെ എന്നാ. നേരെ അത്യാവശ്യം ഇക്കണ് നീച്ചണ്ടേ, പണിയില്ലേ? ഇപ്പൊ കുറച്ച് പണിയില്ലേ ഇനി മഴയൊക്കെ ആയോണ്ട്. ഒന്ന് പണിയുണ്ട്. വേറെ നീച്ചോളി ഇന്നാ പോകണ്ട. ഇനി പെരേക്ക് പോയാണ് ഡ്രസ്സ് എടുക്കണ്ടേ. നീച്ചി. ഉമ്മപ്പാക്കുമാണ്ടി ഇന്നലെ വെച്ച് പോയ ഇളക്കച്ചോറാണ് രാവിലെ. പെട്ടെന്ന് പോകേണ്ടി വന്നപ്പോൾ ഇപ്പം രാവിലെയും ഉച്ചക്കൊക്കെ നിന്നത്. ഏതായാലും പെരയിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ ആണുങ്ങളെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആക്കാറില്ലേ. ഇന്നത്തെ കടി നമുക്ക് കലക്കി പറഞ്ഞ ഒപ്പാട്ടോ. അപ്പോണ്ട് ചിക്കൻ കറിയുണ്ട്, ഇന്നലെ വെച്ച ചിക്കൻ കറിയുണ്ട്. ഇങ്ങനെ ചായയും കടി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ചായ കുടി കഴിഞ്ഞാണ്ട് കുഞ്ഞാൻ പോവുക കേട്ടോ. പോവല്ലേ? മിറ്റാകെ നിറഞ്ഞു നിൽക്കണ്. ഇതൊക്കെ അടിച്ച് വാരണം. ഹെൽമെറ്റ് ഇങ്ങനെ ഇട്ടാൽ പിന്നെ നനയില്ലേ ഈ മഴക്കാലത്ത്. എപ്പോഴും അത് ഇങ്ങനെ കൗത്തിരുന്ന പണി. ഞാൻ വേണമെന്നിട്ട് നേരക്കാൻ ഒരു താത്ത് കൊണ്ടുപോകാൻ. പോകല്ലേ? പോയിക്കോളി. അങ്ങനെ ഇവര് രണ്ടാളും സ്കൂളിൽ പോകാൻ മാറ്റി റെഡി ആയിരുന്നു അല്ലേ? പോകല്ലേ? എന്നും കള്ളത്തര രണ്ടാക്കും അല്ലേ? ഇവിടെ നിന്ന് തല്ലുകൂടി നടക്കാനേ. ഇവിടെ ഈ ഏരിയയിൽ എവിടെ ഉണ്ടാവൂല. എന്നാ പാത്രമൊക്കെ ഇട്ടോളി. ഇവിടുന്ന് ആവുമ്പോ കുറച്ച് ലോങ്ങുണ്ട്, നമുക്ക് അത്യാവശ്യം ദൂരമുണ്ട് സ്കൂളിൽ പോകാൻ. അപ്പൊ ഇനി പല പാത്രങ്ങളൊക്കെ ആക്കി കൊടുക്കട്ടെ. മുടിയായിരുന്നോ ഇതോ? എന്താ പണി? ഷൂ അപ്പം നിർന്ന് ഇനി ഓനും വേണ്ടി വരും. ഇജ്ജ് എന്തായിരുന്നൊക്കെ ഓനും വേണ്ടി വരും. നല്ലോണം പൊട്ടിക്കളാ. അമ്മണ്ടാ പോയിക്കോളിട്ട് ആരും കൂടെ പോണട്ടോ. മറ്റോന് ഷൂ വേണം പറഞ്ഞ് നേരല്ലാത്ത നേരത്ത് മണ്ടി. ഈ മടി ചെരുപ്പിട്ടോ? ഇല്ല ചെരുപ്പിട്ടാ. അസ്സലാമലൈക്കും. അമ്മണ്ടാ എന്നാ കുട്ടീനെ കൈ പിടിച്ച് പോയില്ല, പറ്റൂല. കുട്ടീനെ കൈ പിടിച്ച് പോട്ടോ. കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി. മുതിരക്കറിയും ചിക്കൻ പൊരിച്ചതും അല്ലേ? ഇപ്പൊ ചോറുന്നാണ്. സോയാബീനും ഉണ്ട്, ചിക്കൻ പൊരിയുണ്ട്. അപ്പൊ ഉമ്മ വരാറിനിക്കണില്ല. അപ്പാ അമ്മായി ഒറ്റക്ക് നിന്നിക്കാണ് അവിടെ. അപ്പൊ ഉമ്മക്ക് കുളിച്ചാനും ഒക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ പോരാണ്. അങ്ങനെ ഉമ്മ വന്ന പാടെ ചോറ് വളമ്പി വെച്ചിക്കണു കേട്ടോ. പൈച്ചുണ്ട് എന്നിട്ട് ആശുപത്രിന്ന് എന്താമ്മ? ആശുപത്രിന്ന് ചോറിന് കൂട്ടാനല്ല, ചോറൊന്നും കിട്ടലില്ല അല്ലേ? ചോറ് കിട്ടലില്ല അറിഞ്ഞാണ്ട്. എന്തൊക്കെ? ചപ്പാത്തി പൊറാട്ടി മാത്രം കിട്ടലുള്ളൂ. എന്നിട്ട് ചോറ് വളമ്പി നിക്കാണ് ഇപ്പൊ. ഇതാ പോയി എടുത്തോളി. അപ്പൊ അമ്മായിക്ക് മുമ്പിൽക്കൊന്നും ഉച്ചക്ക് അവിടെ ചോറില്ല? ഹോട്ടലിലൊന്നും അവിടെ എവിടെ ഇല്ല? ഇന്നലെ ഞങ്ങള് പൊറാട്ട വാങ്ങി. യാതൊരു കുറവില്ലല്ലേ മാമാക്ക്? തിന്നോളി. മല കണ്ടിട്ട് ഇറങ്ങാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുറവില്ലാന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും അമ്മായിനൊന്നും അറിയില്ലല്ലോ? ഓട്ടനെയും അനുവിനൊന്നും അറിയുന്നില്ല അല്ലേ? തിന്നോളി.
അപ്പൊ തിന്ന്. ഉമ്മ വന്നപ്പോ കുറച്ച് കടികൾ തുറന്നിക്കണില്ലപ്പാ. എന്തൊക്കെ കടികളത്? സുഗീന് മടക്ക് സമൂസേ. സമൂസ ഉണ്ട്, പിന്നെ ഉണ്ട ഞാൻ കടിച്ചതാണ്. ഉള്ളിവട, എന്താ പരിപ്പടി ഉണ്ടോ? ഒക്കെ വാങ്ങിക്കണല്ലോ. അങ്ങനെ ഉമ്മാന്റെ ചോറയൊക്കെ കഴിഞ്ഞ് അല്ലേ? എങ്ങനെയുണ്ട്? കൊയങ്ങിയോ? ഇന്നലെ ഉറങ്ങാൻ അയച്ചിട്ടില്ലായിരുന്നു അമ്മ. അപ്പൊ അമ്മായി വിളിച്ചപ്പോ സോഡിയത്തിന്റെ ഒപ്പം പൊട്ടാസ്യം കുറഞ്ഞിക്കണെന്നാ പറഞ്ഞത്. അപ്പൊ അതിനുള്ള മരുന്ന് ഇപ്പൊ കയറ്റിക്കൊണ്ട് നിൽക്കാണ്. എന്തായാലും മോണിട്ടുണ്ട് അവിടെ. അനുവിന് വരാനും പറ്റൂലല്ലോ, മഞ്ഞപ്പിത്തൊക്കെ ആയോണ്ട്. ഓന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറവുണ്ട്, പ്രശ്നമൊന്നുമില്ല. എന്നാലും അവിടെ ആ ഹോസ്പിറ്റലാണ് നല്ല ചാർജാ ഏറനാട്. ഇപ്പം അവിടുന്ന് മാറണോന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്ടേ. ഏതായാലും ഇന്നും പാടെ നോക്കട്ടെ. ഇനി ഡിസ്ചാർജ് നാളെ മറ്റന്നാൾ ഡിസ്ചാർജ് ആവാണെങ്കിൽ അവിടെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ? ഏതായാലും ഞാനൊന്നും കാണാൻ പോയിട്ടില്ല. അമ്മായി ഒറ്റക്കുള്ള അവിടെ. അമ്മായിനെ ഒന്നിനും അയക്കണില്ല, ഇരിക്കാനും നിൽക്കാനും അയക്കില്ല. അങ്ങനെ നീച്ചാണ്, മൂത്രയിച്ചണം എന്നൊക്കെ പറഞ്ഞാണ്ട് നീച്ചാണ് സഞ്ചാരം കൊണ്ട് ഇക്കാരേ ഭയങ്കര സഞ്ചാരം ഇക്കാരമാണെങ്കിൽ നമുക്കറിയണില്ലല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് നിൽക്കുന്നത് ഹോസ്പിറ്റലിലാട്ടോ, അമ്മമാരുടെ അടുത്താണ്. അമ്മമാർക്ക് ഓരോ ഡിസ്ചാർജ് എടുത്തിക്കണം. എന്താ വെച്ചാൽ കയറ്റുന്ന മരുന്ന്, സോഡിയത്തിൻ്റെ മരുന്നൊക്കെ മൂത്രം വെച്ച് പോവുകയാണ്, അവിടെ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ അതാകും വിഷയമാണ്. അപ്പോൾ മരുന്ന് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പെരിന്തൽമണ്ണക്ക് വിട്ടിട്ടാണ്. അവിടെ ചില ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഉമ്മ ഇപ്പോൾ അടങ്ങി കിടക്കുന്നില്ല, മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പോണിന് മുന്നേ കാണാൻ വന്നതാണ്. അവിടെ പോയാൽ പെരിന്തൽമണ്ണക്ക് പോക്ക് ഗതികേടായതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉമ്മയും അമ്മായിയും ഉമ്മാൻ്റെ ആങ്ങളെ എല്ലാവരും വന്നിട്ടുണ്ട്. മോണ്ടന് താഴെ എന്തൊക്കെ പേപ്പറും കാര്യങ്ങളും ശരിയാക്കാൻ വന്നതാണ്. അപ്പം അങ്ങനെ ഇതാണ് അവസ്ഥ. അമ്മായിയെ പോയി വരിക ഏതായാലും കേട്ടോ. കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്, ആളെ കണ്ടാൽ തിരിച്ച് അറിയണൊക്കെ ഉണ്ട്. ഏതായാലും ഉമ്മ പെരിക്ക് വന്ന് കുറച്ച് എൻ്റെ പുള്ളിനെ അങ്ങോട്ട് പോയി ഉമ്മമാനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാനിതാ മോണ്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി താഴെ വന്നിക്കണ്. അപ്പോൾ അതിൽ കൊണ്ടുപോകാൻ പറഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ വണ്ടി വന്നിക്കണ്. അല്ല ഉമ്മ രണ്ടാളുടെ അടിയിലല്ലേ നിൽക്കണേ? ഇങ്ങോട്ട് നിന്നാട്ടാ. മോണ്ടനൊക്കെ ബൈക്കിന് പോവുകയാണ്. എന്നാ പോയിട്ട് വാ. അനുമില്ല വണ്ടി പായാന്. നിങ്ങൾ പോവില്ലല്ലോ കുഞ്ഞാക്ക? നിങ്ങൾ പോണ്ടോ? നിങ്ങൾ പോണ്ടോ? പോണ്ട. അങ്ങനെ ഞങ്ങള് പെരയിലെത്തിയില്ലേ ഇപ്പൊ? ഞങ്ങളൊന്നും തിന്നിട്ടൊന്നുമില്ല, ഇവിടെ ചോറില്ലേ. ഉമ്മമാക്ക് വെച്ചല്ലോ, അമ്മമാനെ എന്താ നീച്ചാ ഇരിക്ക കടക്കുക, ഇതന്നെ അമ്മക്ക് പണി.
ഏതായാലും പൊയ്ക്കണ്. ഇപ്പാക്ക് കാണാൻ പറ്റിയില്ല ഇല്ലപ്പാ. ബസ്സിനോ? ഇപ്പാനെ ആക്കി പോയതേ ഞങ്ങള്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഇനി അങ്ങനെ കട്ടൻ ചായ ഇപ്പം ഉണ്ടായിട്ടില്ല. അപ്പൊ ചായ കുടിച്ച് വരുന്നിട്ടല്ലേ ഉള്ളൂ. ഒക്കെ ചായ തന്നെയല്ലേ പണി തരാന്. പിന്നെ ചായ ആയാലും കോഫി ആയാലും വേണം. അപ്പൊ പെട്ടെന്നുണ്ടായ പോക്കേനി നമ്മള് അല്ലേ ഹോസ്പിറ്റലിക്ക്. ഓല് അപ്പൊ തന്നെ കൊണ്ടുപോയി, പെട്ടെന്ന് കൊണ്ടുപോയി പറഞ്ഞപ്പോ പോയതാണ് അങ്ങോട്ട്. ഇമ്മ ഇങ്ങോട്ട് വന്നതേ. ഉമ്മ വന്ന് ഇനി ഏതായാലും നാളെ ഡിസ്ചാർജ് ആക്കിക്കാരെന്നൊക്കെ പറഞ്ഞ് നിൽക്കിനി. അപ്പോഴാണ് പെട്ടെന്ന് പിന്നെ അമ്മായി വിളിച്ചത്. അതിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോയി. അതിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി തരട്ടല്ലേ പഠിച്ചവന്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടി. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും പറഞ്ഞാണിപ്പാ. ഉമ്മാന്റെ അസുഖം എല്ലാവരും മാറ്റാൻ പ്രാർത്ഥിച്ചണം. 1 or 2 ട്രിപ്പും അത് ശരിയാവണതാണ്. 4 കുപ്പി കയറ്റിയിട്ടും കുറവ് കണ്ടിട്ടില്ല. അതാണ് പണ്ട് കൊണ്ടുപോയത്. ഞാൻ ചെന്നപ്പോ എന്നെയൊക്കെ മനസ്സിലായിട്ടോ. ഞങ്ങള് കർണാടകക്ക് പെരിന്തൽമണ്ണ മൗലാനിക്ക്. അപ്പൊ അതിന്റെ പേരില്ലേ. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഏപ്പാ